MA ഉസ്താദിൻ്റെ കുത്തുബ് ഖാനയിലേക്ക് ജാമിയ സഅദിയയിലേക്ക് ഒരു കെട്ട് കിതാബ് കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള സഅദി ഉസ്താദിനോട് ഇതൊന്ന് എണ്ണി നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ 15 അല്ലെങ്കിൽ 16. അതെന്താ 15 അല്ലെങ്കിൽ 16? ശക്കും മിനർ റാവി എന്നെല്ലാം പറയണ പോലെ ശരിക്കെണ്ണ് എന്ന് പറഞ്ഞു. ശരിക്കെണ്ണി 15. അപ്പോൾ MA ഉസ്താദ് എന്താ പറഞ്ഞതെന്നറിയോ? ആദ്യത്തെ എണ്ണൽ എന്നെ ശരിക്കും എണ്ണീനെങ്കിൽ രണ്ടാമത് എണ്ണാൻ ഉപയോഗിച്ച സമയം വേറെന്തെങ്കിലും ഖൈറിന് ചെലവഴിക്കാമായിരുന്നില്ലേ? ആ സമയം പോയില്ലേ? അപ്പോഴാണ് നമ്മളെ ലാസ്റ്റ് സീൻ ടുഡേ 12:38. എന്താലേ, ഒരു മനുഷ്യനെ പിശാച് കെണിവലയിൽ പെടുത്തുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളി, അയാൾക്ക് ആദ്യം കൊടുക്കുന്ന രോഗം സമയം കളയലായിരിക്കും. പ്രായമുള്ളവർക്ക് തന്നെ ഇപ്പൊ സ്മാർട്ട് ഫോണുകളാണ്. ലത്വാഇഫുൽ മആരിഫിൽ കാണാം മനുഷ്യന്മാരുടെ ആഖിബത്ത് പല കോലത്തിലാണ്. ഒന്നാമത്തത്, വളരെ മോശക്കാരനായി ജീവിച്ച ഒരാൾ, നാട്ടിലെ ഫ്രോഡായ ഒരു ചെറുപ്പക്കാരൻ. ഓനിക്കാ പെണ്ണ് പറയണ്ട, ഓനിക്ക് നമ്മൾ നാട്ടിൽ അറിയപ്പെട്ട ഫ്രോഡാ, തമ്മാടിയാ. ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരെന്നെ പറയണ്ട, ഒന്ന് നാട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. ഗൾഫിലെത്തിയപ്പോൾ മൂപ്പരേതോ ഒരു വയല് കേട്ടിട്ടോ ക്ലാസ് കേട്ടിട്ടോ KCF-ൻ്റെ ICF-ൻ്റെ RSCയുടെ ഒക്കെ ആത്മീയ മജ്ലിസിലൊക്കെ പങ്കെടുത്തിട്ട് അയാൾ നന്നായി, നല്ല സൂഫി ജീവിതമായി. അൽക്കോബാറിലോ ജിദ്ദയിലോ റിയാദിലോ അല്ലെങ്കിൽ വേറെ ദമാമിലോ മറ്റോ ആണ് മൂപ്പര് ഉമ്മനും ഉപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിസ അയക്കുന്നുണ്ട്, ഉമ്മിയുപ്പിയും ഉംറക്ക് വരണമെന്ന്. ഇവർക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവനോ നമ്മളെയോ ഉംറക്കോ മാറിപ്പോയതാണോ? അത്രയും നന്നായിട്ടുണ്ട് ആ കുട്ടി. അങ്ങനെ ഉപ്പാനും ഉമ്മാനും ഉംറക്കൊക്കെ കൂട്ടിപ്പോയി 1 മാസക്കാലം അവിടെ നിന്ന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് കഅബൻ്റെ അടുത്ത് നിന്ന് ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് ദ്വാരന്നിട്ട് മോനോട് പറഞ്ഞ്, പൊരുത്തപ്പെട്ടടാ, എല്ലാം പൊരുത്തപ്പെട്ടു. ഈ കഅബ കാണാനുള്ള തൗഫീക്ക് മോനെ കൊണ്ട് കിട്ടിയതാണല്ലോ. ഭയങ്കര പൊരുത്തം, അതും കഅബൻ്റെ അടുത്തുനിന്ന്, മീസാബിൻ്റെ അടുത്തുനിന്ന്. ഒപ്പീന്തുവായിരുന്നു ഒരു മുത്തമൊക്കെ കൊടുത്തിട്ട്. എന്തൊക്കെയോ കുരുത്തക്കടൊക്കെ മോൻ കളിച്ചു പോയിട്ട് പറഞ്ഞു പോയതാടാ, പൊരുത്തുണ്ടടാന്ന്. ഉപ്പാനുമാനും ഫ്ലൈറ്റ് കയറ്റിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ വന്ന ന്യൂസ്, ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് മോന് മരണപ്പെട്ടു. നല്ലോനാ മോന്, നല്ലോനാ. 26-ാം വയസ്സ് വരെ തമ്മാടി, 1 വർഷം നല്ല ജീവിതം. ഓൻ്റെ ആഖിബത്ത് അടിപൊളിയാണ്. രണ്ടാമത്തെ വിഭാഗം നല്ല ജീവിതമാണ് ഓരോ ജീവിതം. പെട്ടെന്ന് എന്താണെന്നറിയില്ല, ലോട്ടറി കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് പിറ്റത്തെ കൊല്ലം ആജിയാർ മരിച്ചു. ചിട്ടിയിൽ ഷെയർ ബിസിനസ്സിൽ, ഏതോ ഹറാമായ ബിസിനസ്സിൽ, ഓൺലൈൻ ബിസിനസ്സിൽ എന്തോ ഹറാമാണ്. ബാബു ഉസ്താദ് അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കോടമ്പുഴ ഉസ്താദ് അല്ലെങ്കിൽ പൊന്മള ഉസ്താദ്. അത് അവർക്ക് ശരിക്കും ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയായിട്ടാണ്. എൻ്റെ മോനെ അശാരിഉൽ മുഹക്കിക്ക്. അങ്ങനെ മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് മുമ്പുള്ള കൊല്ലം മൂപ്പര് ലോട്ടറി കമ്പനിയിലോ വേറെ എന്തോ ഒരു ഹറാമായ ബിസിനസ്സിലോ പെട്ട് മരിച്ചു. പോക്ക മൂപ്പര കാര്യം. മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് മൂത്ത മോന് മുഖ്താർ ഫോൺ കൊടുത്തയച്ചത്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കൊടുത്തയച്ചത്. കേട്ടപ്പം വിചാരിച്ചു ദലാൽ ഖൈറാത്തിൻ്റെ പുതിയ ഏഡാറ്റാണ്. അല്ല, പുതിയ ഫോണാണ്. പിന്നെ രാവിലെയും വൈകുന്നേരം ഉറങ്ങുമ്പോൾ ഇരിക്കുമ്പോൾ എണീക്കുമ്പോൾ രാവിലെ എല്ലാ സമയത്തും 18-കാരിയെ പീഡിപ്പിച്ചിട്ട് 17-കാരൻ അറസ്റ്റിലായി. ഇമാതിരി പീഡനത്തിൻ്റെ തുടർക്കഥകളെ ഈ ഉപ്പാപ്പക്ക് വായിക്കാനുള്ളൂ. അപ്പോൾ ഉമ്മാമ ചോദിച്ചു, നിങ്ങൾക്ക് എണീക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇരിക്കും, എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് ഇതന്നല്ലേ? അപ്പോൾ മൂപ്പര ഡയലോഗ്, ലോക വിവരം അറിയണ്ടേ. മൂപ്പര അങ്ങനെ മരിച്ചു. പോക്ക കാര്യം, പോക്ക. ലാസ്റ്റ് റണ്ണൗട്ടായി. മൂന്നാമത്തൊരു വിഭാഗമുണ്ട്. അതാരാ? നേരത്തെ തന്നെ നല്ല ജീവിതം, പിന്നെ പെട്ടെന്നൊരു ഗിയർ മാറ്റിയിട്ട് സ്പീഡ് 120-ലേക്കായി. ഇതുവരെ 100-ലാണ് മൂപ്പര് വിട്ടത്, 120-ൽ ഒരു 2 ആഴ്ച കാലം. മരിച്ചതിന് ശേഷം വാട്സപ്പിൽ ഒരു ഫോർവേഡ് മെസ്സേജ് കാണുന്നു, വനിതാ ശരീഅത്ത്. ഇവിടെ ഇല്ലേ വനിതാ ശരീഅത്ത്? വനിതാ ശരീഅത്തിലെ പെൺകുട്ടി ഉപ്പാപ്പനെ കുറിച്ച്, മരിച്ച ഉപ്പാപ്പനെ കുറിച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടത്, ഫോർവേഡ് ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടത്. ഈ മഹല്ല് ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ വായിക്കുമ്പോഴാണ്, ഉപ്പാപ്പ നേരത്തെ 4 റക്അത്താണ് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നത്, ളുഹയും 4ആണ്,
ഈ 2 ആഴ്ച 8 റക്അത്താണ് നിസ്കരിച്ചത്. ഉപ്പാപ്പ എന്തോ മരണം നേരത്തെ കണ്ടതുപോലെ സംസം വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. ഉപ്പാപ്പ ബുർദ കൂടുതൽ ചൊല്ലിയിരുന്നു. ഉപ്പാപ്പ കൂടുതൽ എന്തോ പെട്ടെന്ന് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നായത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദി എന്ന ദിക്ർ എക്സ്ട്രാ വർദ്ധിപ്പിച്ചതുപോലെ ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം. അവര് നല്ലവരാന്ന് പറഞ്ഞാലൊന്നും പോരാ, അവരെന്നല്ലേ ഈ A+ ഗ്രേഡുകാർ. നേരത്തെ നല്ലതാണ്, ഇപ്പം ഭയങ്കര മാറ്റം. യഥാർത്ഥത്തിൽ അങ്ങനല്ലേ നമ്മൾ ആവേണ്ടത് ഓരോ ദിവസം കഴിയുന്തോറും അല്ലേ? ഈ സമയം കളയലെന്ന രോഗം പ്രായമുള്ളവർക്കടക്കം വന്നുപോയി എന്നുള്ളത് ഏറ്റവും വലിയ ദുരന്തം. എന്തിനാ നമുക്ക് ഇങ്ങനത്തെ കുറേ സ്മാർട്ട് ഫോൺ സംവിധാനങ്ങളൊക്കെ നല്ലതിന് മാത്രമല്ലേ ചിലവാക്കേണ്ടത്? ഇബ്ലീസ് തരുന്ന ഒരു പ്രശ്നം ഉണ്ട്, ഒരു ഏരിയ, അത് നമ്മൾ പഠിക്കണം. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റിൽ നിന്ന് ഒഴിവാകാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരുന്നത് ഇബ്ലീസിൻ്റെ ഒരു ചതിപ്രയോഗ. എന്ന് പറഞ്ഞാൽ ലവ് അഫെയറിൽപ്പെട്ട ഒരാൾ അയാളോട് പറഞ്ഞു, നീ ആ കോളേജിൽ നിന്ന് ഒഴിവായിക്കൂടെ, ആ പെണ്ണ് അവിടെ ഇല്ലേ? ഞാനും നിർത്തി ഉസ്താദേ, നമ്പറിൽ ഡിലീറ്റാക്കി. അപ്പോൾ നമുക്ക് ഇബ്ലീസ് തരുന്ന കോൺഫിഡൻസ് ആണ്, അവൾ അവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ നീ ഇവിടെ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിച്ചാൽ ഒന്നും സംഭവിക്കൂല. അത് നടന്നു തന്നെ. ഉസ്താദെ യൂട്യൂബ് ക്രോമും ഇൻസ്റ്റയൊക്കെ അൺഇൻസ്റ്റാൾ ആക്കണമെന്നാ, അതിൻ്റെ ആവശ്യം എന്ത്? അതുണ്ടെങ്കിൽ തന്നെ ഞാൻ തെറ്റ് ചെയ്യാണ്ടെന്നാ പോരെ. യൂട്യൂബെല്ലാം ഡിലീറ്റ് ആക്കിയ ഉസ്താദിൻ്റെ വാലും മധു ഗാനെല്ലാം എങ്ങനെ കേൾക്കലും. 100 ആളെ കൊന്നാളോട് ഇസ്ലാമ് പറഞ്ഞ തിയറി എന്താണെന്നറിയോ? ഫീസ് അടച്ചാലും ഇല്ലെങ്കിലും ഡിഗ്രി ഫസ്റ്റ് ഇയർ നാട്ടിൽ നിന്ന് ഒഴിവായിക്കോളി. ആ ദർസിൽ പോണ്ട, വിട്ടോളി, വേറെ വർത്താനമില്ല, വിട്ടോളി. തെറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റിൽ നിന്ന് ഒഴിവാകാൻ കഴിയുമെന്നത് മൗഢ്യമാണ്, വിഡ്ഢിത്താണ്. മനുഷ്യന്മാരെന്തുകൊണ്ടാണ് കൂടുതൽ തെറ്റ് ചെയ്യുന്നത്? ഫ്രീ ടൈം ഉള്ളതുകൊണ്ട്. ഫ്രീ ടൈം ഉള്ളത് കൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. ബികോമാര് അധികം പൊട്ടൽ ഏത് പേപ്പറിനാ? ഒന്നിക്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ എക്കണോമിക്സ്. മനുഷ്യന്മാർ പൊട്ടലോ അസ്സിഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയവും അഥവാ ഫ്രീ ടൈമും ആരോഗ്യമായിരിക്കും. അതാ ഒരാൾ മരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ? കുറച്ച് സമയം കിട്ടുമോന്ന്. അതല്ലേ നമ്മൾ വെള്ളിയാഴ്ച കേൾക്കാറില്ലേ? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം കിട്ടുമെന്ന്. എത്ര മണിക്കൂർ വേണോടോ? 1 മണിക്കൂർ. അതൊന്നും തരാൻ കഴിയില്ലേ? എന്നാ ഒരു അരമണിക്കൂർ കിട്ടും. 1/4 മണിക്കൂർ. അയ്യടോ 1 മിനിറ്റ്. ഇല്ല. എന്നാ 1/2 മിനിറ്റ് തരാം. ഇല്ല. എന്നാ ഒരു 10 സെക്കൻഡ്. ഇല്ല. 5. എന്നൊരു 2 സെക്കൻഡൊക്കെ ഇപ്പൊ എനിക്ക് ദുനിയാവിൽ കിട്ടിയിട്ട് എന്താ കാര്യം? സുബ്ഹാനല്ലാഹ് ഫുള്ള് എല്ലാം കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെങ്കിലും ചെല്ലാലാം. അത് ശരി. ആ ബോധം നിനക്ക് ഇന്നലെ രാത്രി വരെ ഉണ്ടായിട്ടില്ലല്ലോ. ലാസ്റ്റ് സീൻ ടുഡേ 12:35. ലൗല അഖർതനി ഇല അജൽ. അജൽ എന്ന് പറഞ്ഞാൽ തന്നെ സമയം എന്നർത്ഥം. പിന്നെ ഇതിനാ ഖരീബ് എന്ന് പറഞ്ഞത്? ഒരു ഫ്യൂ സെക്കൻഡെങ്കിലും കിട്ടിയാൽ പ്ലീസ്. ഒരാൾ ആഖിറത്തിലെത്തിയാൽ എന്താ ടെൻഷൻ ആവല്? ഒരാൾ ആഖിറത്തിലെത്തിയാൽ ടെൻഷൻ ആവുന്ന കാര്യം എന്താ? ആഖിറത്തിൽ സ്വർഗത്തിലെത്തിയാൽ ആരും ടെൻഷനൊന്നും ആവില്ല. ഇനി ആവുന്നുണ്ടെങ്കിൽ തന്നെ വെറുതെ നഷ്ടപ്പെടുത്തിയ സമയം ഓർത്തിട്ടായിരിക്കും നഷ്ടമാവുക, ടെൻഷനാവുക. സമയം കളയുന്ന ഒരു രോഗം നമുക്കുണ്ടാവാൻ പറ്റൂല. മാഷാ അല്ലാഹ്, നമ്മുടെ സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരേണ്ട. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നഷ്ടപ്പെടുത്തിയ സമയം ഓർത്തിട്ടാണ് മനുഷ്യന്മാർ മിക്കവാറും ആഖിറത്തിൽ ടെൻഷനാവുക. ശേ, വെറുതെ സമയം കളഞ്ഞല്ലോ. ഉദാഹരണം പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
നല്ലതല്ലാത്ത കാര്യത്തിന് വേണ്ടി ചെലവഴിച്ച മുഴുവൻ സമയം ഓർത്തിട്ടും ആഖിറത്തിൽ ടെൻഷനാവുന്നു. വേണ്ടില്ലായിരുന്നു. ഒരു മഹാൻ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഈ മഹാൻ വെറുതെ ചോദിച്ചു, ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത്ര കൊല്ലമായി. വീട്ടിലെത്തിയിട്ട് മഹാൻ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ എന്തിനാ ആ കെട്ടിടത്തിൻ്റെ പണിയുടെ കാര്യം ചോദിച്ചത്? എനിക്കിപ്പോൾ ആഖിറത്തിൽ എന്താ അതിനെക്കൊണ്ട് ഉപകാരമില്ലാത്ത കാര്യത്തിലല്ലേ ഞാൻ എൻഗേജ് ആയത്. അതുകൊണ്ട് സ്വന്തം ശരീരത്തിനോട് ഒരു ജഡ്ജ്മെൻറ്റ് നടത്തി, നീ എന്തിനാടോ വേണ്ടാത്ത കാര്യത്തിന് ഇടപെട്ടത്? ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. എന്താ പണിഷ്മെൻ്റ് ഉണ്ട് കൊടുത്തതെന്നറിയാം? എന്താ കൊടുത്തതെന്നറിയാം? 1 കൊല്ലം സുന്നത്തോമ്പെടുക്കണമെന്നു. ഫസ്വാമ 1 കൊല്ലം സുന്നത്തോമ്പെടുത്തു. എന്തിന്? ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിച്ചതിന്. അത് ഹറാമാ ചോദ്യം? അല്ല. കറാഹത്താണോ? അല്ല. പിന്നെന്തേ? അത് ആഖിറത്തിൽ അതിനെ കൊണ്ട് ഉപകാരമില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റാറ്റസ് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് നോക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിലും ഒരു തബാറക്ക് ഓതാൻ നേരമില്ല. ഒരു തബാറക്ക് ഓതാൻ നേരമില്ല. ഇനി ഒരാൾ നരകത്തിലെത്തി, എന്നാൽ മൂപ്പരെന്തിനാ ടെൻഷനാല്? കുറച്ച് സമയം കിട്ടുമെന്നാ ചോദിക്കല്. പൈസയും മക്കളും കുടുംബമൊന്നും അല്ല ചോദിക്കല്. സൂറത്ത് ഫാത്തിറിലുണ്ടല്ലോ, റബ്ബന അല്ലാഹുവേ, എന്താടോ വിളിക്കുന്നേ? അഖ്രിജിന, ഈ നരകത്തു നിന്നൊന്ന് പുറത്തേക്ക് എടുത്തേരോ. എന്നിട്ട് എന്താ വേണ്ടത്? മക്കളെയോ? അല്ല. ഭാര്യയോ? അല്ല. കാറോ? അല്ല. ഒച്ചത്തി പറയും. വീടോ? അല്ല. പിന്നെന്താ വേണ്ടത്? കുറച്ച് സമയം തരോ. ഏത് സമയം? മൊബൈലിൽ കളഞ്ഞ സമയം. അതന്നെ, വേറെത് സമയം? അല്ലാഹുവിനും സമയം തന്നിട്ട് നീ പഴയ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഹറാമും കണ്ടിട്ട് ജീവിക്കാനല്ലേ? അല്ലല്ലല്ല, നഅമൽ സ്വാലിഹ, നല്ലത് ചെയ്താം. അത് വെറുതെ ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ടത്തെ ഒരു തെറ്റും ഞാൻ ചെയ്യൂല, ഞാൻ നല്ലെന്നെ ചെയ്ത് ജീവിക്കും. കുറച്ചു സമയം തരുമോ? ഒരു ദിവസം ഇല്ല. ആരാ? 1 മിനിറ്റ് എനിക്ക് തരുമോ? കാരണം 1 മിനിറ്റ് കൊണ്ടല്ല സ്വർഗത്തിലെത്താൻ്റെ വഴിയുണ്ട്. 10 ഖുൽ ഹുവല്ലാഹു ഡെയിലി ഓതിയാലോ എനിക്ക് സ്വർഗത്തിൽ വീട് കിട്ടും. ഇത് കേട്ടപ്പോൾ ഉമറുള്ളാൻ ചോദിച്ചു, 20 എണ്ണം ഓതിയാലോ? 2 വീട് കിട്ടും. 30 എണ്ണം ഓതിയാലോ? നബി തങ്ങൾക്ക് മനസ്സിലായി ഇത് 10ൻ്റെ ഗുണനപ്പട്ടിക ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, എത്ര ഓതിയത് അതിനനുസരിച്ച് കിട്ടും. 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ എത്ര സമയം വേണ്ടത്? 24 മണിക്കൂറിൻ്റെ ഇടയിൽ 10 ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാൻ എത്ര സമയം വേണ്ടത്? അത് മതി. ശരിക്കും നമ്മളാണ് ആഖിറത്തിലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു, ചങ്ങായിക്ക് സ്വർഗം കൊടുക്കണ്ടെന്ന്. കാരണം ഈ ഇത്രയും ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ട് ഗോൾഡൻ 50 ആഘോഷിച്ചാൽ പോരല്ലേ നമ്മള്? ഒരു 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ പോലും നമുക്ക് നേരമില്ല. പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? അപ്പൊ അള്ളാഹുവിനോട് കുറച്ച് സമയം എനിക്ക് ദുനിയാവിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോയിട്ട് തരുമോ എന്ന് ചോദിച്ച ആളോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ, പണ്ട് എനിക്ക് കുറേ സമയം കിട്ടിയിട്ടില്ലേ? അന്നേരം നീ എന്താ നന്നാവാതിരുന്നത്? ഇപ്പൊ ഒരു കുമ്പസാരം. അത് ഞാന് പറയട ഒച്ചത്തില്, ഞാൻ പെട്ടെന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടത്. എത്രാം വയസ്സിൽ? 24-ാം വയസ്സിൽ. ഞാൻ വിചാരിച്ചിന് എന്തായാലും ഡിഗ്രിയും PG എല്ലാം കഴിഞ്ഞിട്ട് നന്നായി ജീവിക്കാം, ക്യാമ്പസ് പിന്നെ ലൈഫ് ഫോർ എൻജോയ്, അടിച്ചു പൊളിക്കാനുള്ളതാണല്ലോ. അന്ന് ഉപദേശിച്ച ആരോടും ഞാൻ പറഞ്ഞത്, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഉമ്മ ഇടപെടണ്ട. അതൊക്കെ അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നീട് നന്നാവാന്ന് വിചാരിച്ചതാണ്. അങ്ങനെയാണ് പിറ്റേ ദിവസം ആക്സിഡൻ്റായിട്ട് മരിച്ചത്. 24 വയസ്സേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഓ അത് ശരി. മേഡം എന്താ പറഞ്ഞത്? പെണ്ണുങ്ങളെന്താ പറഞ്ഞത്? അല്ല, ഞാൻ 22-ാം വയസ്സിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രസവ സംബന്ധിയെ അങ്ങനെ മരിച്ചതാണ്. ശരി. അപ്പോൾ 22-ാം വയസ്സിൽ മരിച്ചുകൊണ്ട് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ശരി. കാര്യമായിട്ട് ആയുസ് കിട്ടാത്തതുകൊണ്ടാണെന്നാണ് രണ്ടാളുടെയും പരാതി അല്ലേ? അള്ളാൻ്റെ മറുപടി കേട്ടോളി. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സാറ് വയസ്സ് എത്രയായിരുന്നു മരിക്കുമ്പോൾ? 24. 18 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അതാ സ്വർഗത്തിൽ. +6 കൊല്ലം നിങ്ങൾക്ക് കിട്ടി അല്ലേ? മേഡം നിങ്ങൾക്ക് എത്രയായിരുന്നു? 22. 15 വയസ്സുള്ള മുത്തുമണികളായ പെൺകുട്ടികളതാ സ്വർഗത്തിൽ. പ്ലസ് എത്ര കൊല്ലം കിട്ടിയെന്നേ? വജാഅകുമുൻ നദീർ. ഈ തന്നെ ഉദാഹരണം പറഞ്ഞിട്ട് വയലും കേട്ടിട്ടില്ലെങ്ങോ?
എന്നിട്ട് ലാസ്റ്റ് സീൻ ടുഡേ 12:35 അല്ലേ? ഇനിയും നമ്മൾ മൊബൈലിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കെന്താ നൂറുൽ ഉലമനെ പറയാൻ അർഹത? നമുക്കെന്ത് താജുൽ ഉലമനെ സ്പർശിക്കാൻ അർഹത? കൂട്ടുകാരെ, ഈ മാസം റിഫായി ഷേഖിൻ്റെ മാസമാണ്. റിഫായി ഷേഖിൻ്റെ ഒരു പ്രത്യേകത ജിലാ ഉസ്സദ ഫി സീറത്തി ഇമാമിൽ ഹുദ എന്ന കിതാബിൽ കാണാം. ഒരൊറ്റ സമയം വെറുതെ കളയൂല, എല്ലാ സമയം ഇബാദത്താണ്. നന്നാവണം, തെറ്റില്ലാത്തൊരു ജീവിതം കിട്ടണം.